ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുഞ്ഞിനെ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഇടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സന്ദീപ് പറയുന്നുണ്ട്, നമുക്ക് നെല്ലിശ്ശേരിയിലേക്ക് പോകാം, അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരാലോ. ആതിരയും അച്ഛനോട് പറയുന്നുണ്ട്, ചടങ്ങും കാര്യങ്ങളൊന്നും തൽക്കാലം നോക്കണ്ട, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയെന്നായി, അതുകൊണ്ടാ എന്നൊക്കെ ആതിരയും അച്ഛനോട് പറയുന്നു. ഇതേ സമയം സന്ദീപിന്റെ മുറിയൊക്കെ വൃത്തിയാക്കി കൊടുക്കുകയാണ് അർച്ചന. അവിടേക്ക് സച്ചിയും എത്തിയിരിക്കുന്നു. അർച്ചനയുടെ സംസാരം കേട്ട് സച്ചി പറയുന്നുണ്ട്, ഈശ്വരൻ തൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് വേണം പറയാൻ. അതുകൊണ്ടല്ലേ വൃന്ദാവനത്തിലേക്ക് പോകാൻ തുടങ്ങിയ അവരിവിടേക്ക് വന്നത്. അത് സച്ചിയേട്ടൻ പറഞ്ഞത് ശരിയാണ്, അവരിങ്ങോട്ട് വരണമെന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു എന്ന് സന്തോഷത്തോടെ അർച്ചന പറയുന്നു. സത്യം പറഞ്ഞ ആശുപത്രി ആയതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് എടുത്ത് നടക്കാൻ പോലും സാധിച്ചില്ല എന്നെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു, അതിനെന്താ, ഇനി കുഞ്ഞ് ഇവിടെ തന്നെ കാണുമല്ലോ. തൻ്റെ ഇഷ്ടാനുസരണം എടുത്തും കുളിപ്പിച്ചും കണ്ണെഴുതിയും ഒക്കെ കൊണ്ട് നടക്കാമല്ലോ എന്നൊക്കെ പറയുന്നു. ഇതേ സമയം ഒരു ഓണടി ശബ്ദം കേൾക്കുന്നുണ്ട്. ദേ അവർ വന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടുകയാണ് അർച്ചന. അങ്ങനെ ആതിര കുഞ്ഞുമായി നെല്ലിശ്ശേരിയിലേക്ക് എത്തിയിരിക്കുന്നു. ആരതിയുമായി അർച്ചന അവിടേക്ക് എത്തി. തൊട്ടരികിൽ സച്ചിയും. അർച്ചന ആതിരയെ ആരതി ഒഴിയുന്നു. അങ്ങനെ ആതിര കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സമയം അവന്തികയും അനക്കയും ഒക്കെ അവിടേക്ക് വന്നു. സേതുവും വന്നിരിക്കുന്നു. ദേ എന്ന് പറഞ്ഞ് സേതുവിന്റെ കയ്യിലേക്ക് അർച്ചന കുഞ്ഞിനെ കൊടുത്തു. എത്ര നാളത്തെ എൻ്റെ ആഗ്രഹമാണ് എൻ്റെ മക്കൾ സാധിച്ചു തന്നത്. ഒരാളെ സംബന്ധിച്ച് അച്ഛനാകുകയും മുത്തശ്ശനാവുകയും അയാൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷങ്ങളാണ്. ആദ്യമായി വീട്ടിലേക്ക് വരുന്ന കുഞ്ഞ് നന്ദൻ്റെതായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നിരുന്നാലും എനിക്ക് ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കും എന്നൊക്കെ സേതു പറയുന്നുണ്ട് സന്തോഷത്തോടെ. നന്ദനും സ്നേഹയും എവിടെ, അവിടെ കണ്ടില്ലല്ലോ എന്ന് മാഷി ചോദിക്കുമ്പോൾ സേതു പറയുന്നു, നന്ദൻ പുറത്ത് പോയിരിക്കുകയാണ്, സ്നേഹ മുറിയിലുണ്ടാകും. വിവാഹം മുടങ്ങിയ ശേഷം അവൾ അങ്ങനെ ആർക്കും മുഖം കൊടുക്കാറില്ല, ഞങ്ങളാരും നിർബന്ധിക്കാറുമില്ല. ഇനിയും ഓരോന്ന് പറഞ്ഞ് അവളെ വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് കരുതി. ഇത്രയും വലിയ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ചില നീറ്റലുകളും മനസ്സിലേക്ക് ഉണ്ടാകും മാഷ എന്നൊക്കെ സേതു പറയുന്നു. മോളെ, കുഞ്ഞിനെ മുറിയിലേക്ക് കൊണ്ടുപോയെന്ന് സേതു അർച്ചനയോട് പറയുകയും അർച്ചന കുഞ്ഞിനെ മുറിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. നിങ്ങളിങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞത് മുതൽ അർച്ചനയുടെ സന്തോഷം ചെറുതൊന്നും ആയിരുന്നില്ല. അർച്ചന കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുമെന്നത് കൊണ്ട് ഇവരുടെ കുഞ്ഞിനെ ഇവിടെ ഒരു കുറവും ഉണ്ടാകില്ല എന്നൊക്കെ ഇങ്ങനെ സേതു പറയുമ്പോൾ ഒരു പുഞ്ചിരിയുമായി നിൽക്കുകയാണ് അവന്തിക. അർച്ചന കുഞ്ഞിനെ നേരെ സന്ദീപിന്റെ മുറിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുഞ്ഞിനോട് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും അവിടേക്ക് വന്നു. സത്യം പറഞ്ഞാൽ ഏട്ടത് കാരണം രക്ഷപ്പെട്ടത് ആതിരയാണ്. ഇങ്ങനെയുള്ള പരിഭവങ്ങളൊന്നും ആതിരയ്ക്ക് പറയാൻ കാണില്ലല്ലോ. സച്ചിയേട്ടന്റെ കാര്യം വളരെ പരിതാപകരമാകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ സന്ദീപ് പറയുന്നു. അത് ഞാൻ എപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു, അങ്ങനെ നിങ്ങൾ എന്നെ കളിയാക്കുകയൊന്നും വേണ്ട. കുഞ്ഞിനെ നോക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ സച്ചിയേട്ടന്റെ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കും. അല്ല, ഇനി നീ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? 2 ദിവസം കഴിയുമ്പോൾ ഞാൻ മീര ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം. അവളും കൂടി ഇവിടെ നിന്നാൽ ആതിരയുടെയും കുഞ്ഞിന്റെ കാര്യം അവളും കൂടി നോക്കുമല്ലോ എന്നൊക്കെ കമല പറയുന്നു. അതിന്റെ ആവശ്യം എന്താ അമ്മയെന്ന് അർച്ചന പറയുന്നു. പിന്നെ അനുപേട്ടനെ അവിടെ ആര് നോക്കുമെന്നും അർച്ചന പറയുന്നു. ഇവിടെ ആതിരയുടെയും കുഞ്ഞിന്റെയും കാര്യം നോക്കാൻ ഞാൻ മതി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വിളിക്കാമെന്നും അർച്ചന പറയുന്നു. ആതിരെ കുഞ്ഞിനെ ഞാൻ ഉറക്കിക്കൊണ്ട് വരാമേ എന്ന് പറഞ്ഞ് അർച്ചന കുഞ്ഞിനെ എടുത്തു. എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ്. മീര വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ അവൾ എടുത്തുകൊണ്ട് നടക്കുമെന്ന് കരുതിയാണ് അച്ചു അങ്ങനെ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞുമോളെ ആരും കയ്യിലെടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ കമല പറയുന്നു. പെട്ടെന്നാണ് സച്ചിയുടെ മുഖം വാടിയത്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ സേതു ഡൈനിങ് ഹാളിലേക്ക് വരുന്നു. ഫുഡ് തനിയെ എടുത്ത് കഴിക്കുകയാണ്. അവന്തിക അവിടേക്ക് വന്നു. അയ്യോ, അച്ഛൻ വന്നിരുന്നോ? അച്ഛൻ വരുമെന്ന് കരുതി ഇത്രയും നേരം ഞാനിവിടെ കാത്തിരുന്നു. അച്ഛൻ വിളമ്പണ്ട, ഞാൻ വിളമ്പി തരാം എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എവിടെ? സച്ചിയും അർച്ചനയും വന്നില്ലേ എന്നൊക്കെ സേതു. അതിനിപ്പോൾ അർച്ചനയ്ക്ക് കഴിക്കാനൊക്കെ എവിടെയാ നേരം? ഏത് നേരവും കുഞ്ഞിൻ്റെ പിറകെയല്ലേ അർച്ചന. ഇപ്പോൾ ഈ വീട്ടിലെ ഒരു കാര്യവും അവൾ ശ്രദ്ധിക്കുന്നില്ല. സദാ നേരവും കുഞ്ഞിൻ്റെ പിറകെ ഇങ്ങനെ നടന്നാൽ ബാക്കിയുള്ളവർ പട്ടിണിയാവത്തേ ഉള്ളൂ. അർച്ചനയുള്ളത് കൊണ്ടാണ് ജോലിക്കാരിയെ പറഞ്ഞു വിട്ടത്. ഇന്ന് രാവിലെ ആഹാരം കഴിച്ചത് 9 മണി കഴിഞ്ഞിട്ടാണ്. BP ലോ ആവുന്നത് കൊണ്ട് എനിക്ക് നേരത്തെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ തല കറങ്ങും. അർച്ചനയോട് പറഞ്ഞ അത് മനസ്സിലാകണ്ടേ എന്ന് അവന്തിക പറയുമ്പോൾ സേതു പറയുന്നു, എങ്കിൽ അടുക്കള ജോലിക്കായി നിന്ന് അമ്പിളിയെ തിരിച്ചു വിളിക്കാമെന്ന്. ഏയ്, അത് വേണ്ടച്ചാ, ഇവിടെ ഇപ്പോൾ ജോലിക്കാരിയുടെ ആവശ്യമൊന്നുമില്ല. അർച്ചനയോട് അച്ഛൻ ഒന്ന് പറഞ്ഞാൽ മതി, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം കുഞ്ഞിൻ്റെ പുറകെ പോകാൻ. ഈ സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ ഇവിടെ എല്ലാവരും പട്ടിണിയാവത്തേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രം മതിയെന്ന് അവന്തിക. അർച്ചന കുഞ്ഞിന്റെ പുറകെ പോകുന്നോണ്ട് അടുക്കള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നാണോ അവന്തിക പറയുന്നത്?
എന്നെ സേതു പറയുമ്പോൾ അവന്തിക പറയുന്നു, അതേ നേരത്തും കാലത്തും എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ അച്ഛനൊന്ന് പറയണം. ഇത് കേട്ട് സേതു പറയുന്നു, കുഞ്ഞ് ഈ കുടുംബത്തിലെയാണ്, അതിലുപരി ആതിരയുടെ ചേച്ചിയും. അപ്പോൾ അർച്ചനയോട് എങ്ങനെ പറയും ഇതൊക്കെ? ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവന്തിക അടുക്കളപ്പണി നോക്കണം, അർച്ചന കുഞ്ഞിനെ നോക്കട്ടെ. അടുക്കള ജോലിക്ക് അവൾ ആളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനി അന്വേഷിക്കണ്ടല്ലോ. എന്താ അവന്തികയെ കൊണ്ട് പറ്റില്ലേ? ഇത് കേട്ട് അവന്തിക പറയുന്നു, പറ്റും, അതിനായിട്ട് ഇനി മറ്റാരും വേണമെന്നില്ല. നിനക്ക് ബിപിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. കുഞ്ഞിനെ നോക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ല. പിന്നെ അർച്ചനയോട് കർശനമായി അടുക്കള ജോലി ചെയ്തേ പറ്റൂന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ എനിക്ക് കർശനമായി പറയാൻ കഴിയുന്നത് നിന്നോടാണ്. കാരണം അർച്ചനേക്കാൾ എനിക്ക് അത് പറയാൻ സ്വാതന്ത്ര്യം നിന്നോടാണ്. അപ്പോൾ നാളെ മുതൽ അടുക്കള കാര്യങ്ങളൊക്കെ നീ നോക്കിയാൽ മതി. ശരി എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കുകയാണ് സേതു. പെട്ടെന്ന് അവന്തിക പണി കിട്ടിയതുപോലെ ഇങ്ങനെ നിൽക്കുന്നു. കള്ളക്കിളവൻ ഇളയ മരുമകളെ പറഞ്ഞത് ഇഷ്ടമായിട്ടില്ല, അതാണ് നൈസായിട്ട് എൻ്റെ തലയിൽ വെച്ചത്. ഇപ്പോൾ വെച്ചവിടി എൻ്റെ നെഞ്ചിലേക്കാണല്ലോ വന്ന് കൊണ്ടത് എന്നൊക്കെ അവന്തിക ഓർക്കുന്നു. പിന്നെ സേതു വിളിക്കുന്നുണ്ട്, മോളെ അവന്തികയെ, എനിക്ക് രാത്രിയിൽ കുറച്ച് ഫയൽ നോക്കാനുണ്ട്. അവന്തിക പറയുന്നു, അതിനെന്താ, ഞാനും കൂടി സഹായിക്കാൻ വെച്ചാ. സേതു വീണ്ടും പറയുന്നു, അതിനെന്താ, എനിക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഈ രാത്രിയിൽ കുറച്ച് കട്ടൻ ചായ നീ മുറിയിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചിലപ്പോൾ ഉറങ്ങിപ്പോകും, അതാണ്. ശരി അച്ഛാ എന്ന് അവന്തിക. പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു. രാവിലെ തന്നെ അർച്ചന കിച്ചണിൽ നിൽക്കുകയാണ്. കുഞ്ഞിനെ കുറിച്ച് തന്നെയാണ് അർച്ചനയ്ക്ക് എപ്പോഴും ഓർമ്മ. അങ്ങനെ കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ച് നിൽക്കുകയാണ്. പാലടുപ്പത്ത് വെച്ചിട്ട് പാല് തിളച്ചു പോവുകയാണ്. എന്നിട്ടും അർച്ചന ആ കാര്യം അറിഞ്ഞില്ല. സച്ചി അവിടേക്ക് വന്ന് പെട്ടെന്ന് ഗ്യാസ് ഓഫ് ചെയ്തു. അർച്ചന എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചപ്പോഴാണ് അർച്ചന അറിയുന്നത്. താനിത് കണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് അർച്ചന അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നത്. പാലും അടുപ്പത്ത് വെച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരുന്നാൽ ഇതേ ഇങ്ങനെ ഇരിക്കും, കൊള്ളാം എന്നൊക്കെ സച്ചി പറയുന്നു. എനിക്കറിയാം താൻ ഏത് ലോകത്തായിരുന്നെന്ന്. സന്ദീപിൻ്റെ മോള് ഇവിടെ വന്നപ്പോൾ മുതൽ ഇതാണല്ലോ തൻ്റെ അവസ്ഥ എന്നൊക്കെ സച്ചി പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അർച്ചന പറയുന്നു, സത്യമാണ് സച്ചിയേട്ടാ, മറ്റൊരു കാര്യത്തിലും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, എപ്പോഴും അവളുടെ മുഖമാണ് മനസ്സിൽ. ഇങ്ങനെയാണെങ്കിൽ തൻ്റെ കാര്യം വളരെ പരിതാപകരമാവുമല്ലോ. എൻ്റെ കാര്യം നോക്കാൻ തനിക്ക് സമയം കിട്ടുമോ എന്നൊക്കെ സച്ചി. അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. ഇനി സച്ചിയേട്ടൻ്റെ കുറേ കാര്യങ്ങളൊക്കെ സച്ചിയേട്ടൻ തന്നെ സ്വയം നോക്കേണ്ടി വരും. അവളുടെ കാര്യം കൂടി നോക്കുന്നുണ്ട്, മറ്റൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. എപ്പോഴും എൻ്റെ തോളിലാണ് പെണ്ണിൻ്റെ ഉറക്കം. ഞാൻ ചെന്നാൽ പിന്നെ ആരും വേണ്ട എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആതിരയാണെങ്കിൽ കുറച്ചു നേരം എടുത്താൽ പിന്നെ കൊണ്ടുപോയി കിടത്തും. അപ്പോൾ അവൾ കരയും. ആതിരയാണെങ്കിൽ മൈൻഡ് ചെയ്യില്ല. മോളുടെ കരച്ചിൽ കേട്ടാൽ എനിക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റുമോ? ഞാൻ പോയി തോളിലിടുമ്പോൾ പിന്നെ കരച്ചിൽ നിൽക്കും. ചുരുക്കി പറഞ്ഞാൽ സമയം പാല് കൊടുക്കുന്നു എന്നൊരു ജോലി അല്ലാതെ ആതിരയ്ക്ക് മറ്റൊരു ജോലിയുമില്ല എന്നെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു, താനിങ്ങനെ മോളോട് അമിത സ്നേഹം കാണിക്കുമ്പോൾ എനിക്കെന്തോ പേടി തോന്നുകയാണ്. എനിക്ക് മനസ്സിലായി അതിൻ്റെ കാരണം എന്താണെന്ന്. ആ കാര്യത്തിൽ സച്ചിയേട്ടൻ ഒരു പേടിയും വേണ്ട. ഉടനെ ഞാൻ അമ്മയും സച്ചിയേട്ടൻ ഒരു അച്ഛനും ഉടനെ തന്നെയാകും. ഇതെല്ലാം അതിൻ്റെ ഒരു റിഹേഴ്സലായി കണ്ടാൽ മതി. ഞാൻ നമ്മുടെ കുഞ്ഞിനെ പ്രസവിച്ച് ഒരു അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു അമ്മയെന്ന ഉത്തരവാദിത്വവും കടമയും ഒക്കെ അറിയുന്നുണ്ട്. പ്രസവിക്കാതെ തന്നെ ഒരു അമ്മ എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നുമുണ്ട് എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട്. ഞാനും സച്ചിയേട്ടനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ അല്ല സച്ചിയേട്ട ഒരു അമ്മയും അച്ഛനും എന്നൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതി തന്നെയാണ് അത്. അനുഭവിച്ചറിയേണ്ട ഏറ്റവും സന്തോഷമുള്ള ഒരു അനുഭൂതി. ശേഷം അർച്ചന അവിടെ നിന്ന് പോകുന്നുണ്ട്. സച്ചിയാണെങ്കിൽ വിഷമത്തോടെ അർച്ചനയെ പറ്റി ഓർക്കുന്നു. ഇതേ സമയം കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആതിര. ആതിരയ്ക്ക് പാലുമായി അവിടേക്ക് വന്നതായിരുന്നു അർച്ചന. അനഘ അവിടേക്ക് വന്നിട്ട് പറയുന്നു, അർച്ചനടുത്ത് ഈ കുഞ്ഞിനെ ഒന്ന് താഴെ വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കും കൂടി കുഞ്ഞിനെ ഒന്ന് എടുക്കാമായിരുന്നു. അതിനെന്താ നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അർച്ചന അനഘയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു. ആ സമയത്താണ് സ്നേഹ അവിടേക്ക് വന്നത്. കുഞ്ഞിനെ അനഘയുടെ കയ്യിൽ നിന്ന് വാങ്ങി സ്നേഹയെ കാണിക്കുകയാണ് അർച്ചന. ദാ എടുക്കുക എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇങ്ങനെ സ്നേഹയുടെ നേരെ നീട്ടുന്നുണ്ട്. എന്നാൽ കുഞ്ഞിനെ എടുക്കാതെ ദേഷ്യത്തോടെ സ്നേഹ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട വിഷമത്തോടെ എല്ലാവരും പരസ്പരം നോക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.